മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മുടെ അഞ്ചാമത്തെ മൊഡ്യൂളായ ഫോറിയർ ട്രാൻസ്ഫോമിലെ പ്രധാനപ്പെട്ട ഫോർമുലാസ് ആണ് പറയുന്നത്. ഈ ഫോർമുലാസ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോണത് ഫോറിയർ ഇന്റഗ്രലിന്റെ ഫോർമുലയാണ്. ഫോറിയർ ഇന്റഗ്രൽ ഒരു ഫംഗ്ഷൻ നമുക്ക് തരികയാണ്, എന്നിട്ട് അതിനോട് നമ്മൾ ചോദിക്കുകയാണ് ആ ഫംഗ്ഷനെ ഒരു ഫോറിയർ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചോദിക്കുകയാണ്. ഫോറിയർ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫോർമുല അറിയണം. എന്താണ് ആ ഫോർമുല? ആ ഫോർമുല പറയുന്നത് ഇങ്ങനെയാണ്: എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 by pi ഇന്റഗ്രൽ 0 to infinity 1 by pi ഇന്റഗ്രൽ 0 to infinity a lambda cos lambda x plus b lambda sin lambda x d lambda. ഇതാണ് ഒരു ഫംഗ്ഷൻ ഫോറിയർ ഇന്റഗ്രൽ ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല. അതിൽ എ ലാംഡയും ബി ലാംഡയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. വേർ എ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? എ ലാംഡ എന്ന് പറയുന്നത് ഇന്റഗ്രൽ -∞ to +∞ f of t cos lambda t dt. a lambda കാണാനുള്ള ഫോർമുല എന്താണ്? 1 by pi ഇന്റഗ്രൽ -∞ to +∞ f of t cos lambda t dt. ഇതിലെ f of t ക്ക് പകരം f of x cos lambda x dx എന്ന് എഴുതാം. നമുക്ക് ക്വസ്റ്റ്യനിൽ f of x ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ f of x നെ x റീപ്ലേസ് ചെയ്ത് t ആക്കി കഴിഞ്ഞാൽ നമുക്ക് f of t കിട്ടും. അപ്പൊ ആ ഫോർമുല വേണമെങ്കിൽ നിങ്ങൾക്ക് a lambda is equal to ഇന്റഗ്രൽ -∞ to +∞ f of x cos lambda x dx എന്ന് എഴുതാം, അല്ലെങ്കിൽ f of t cos lambda t dt എന്ന് എഴുതാം. നമ്മൾ ക്വസ്റ്റ്യനിൽ f of t ആണ് തന്നിരിക്കുന്നത്, f of x ആണ് തന്നിരിക്കുന്നതെങ്കിൽ x ന് നമ്മൾ t കൊടുത്താൽ f of t കിട്ടും. അപ്പൊ നമുക്ക് ഈ ആൻസർ ചെയ്യാം. അപ്പൊ f of t എഴുതിയാലും f of x എഴുതിയാലും രണ്ട് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഈ ഫോർമുലയിൽ തന്നെ -∞ f of t cos lambda t dt നോ, അല്ലെങ്കിൽ -∞ f of x cos lambda x dx നോ, രണ്ടും ശരിയാണ്. അപ്പൊ a ലാംഡ കണ്ടുപിടിച്ചു. ഇനി b ലാംഡ കണ്ടുപിടിക്കണം. b ലാംഡ കാണാനുള്ള ഫോർമുല എന്താണ്? -∞ to +∞ f of t sin lambda t dt. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ കോസ് ആണ്, ഇവിടെ സൈൻ ആണ്. ബാക്കി എല്ലാം ശരിയാണ്. ലിമിറ്റ് ശരിയാണ്. ലോവർ ലിമിറ്റ് -∞, അപ്പർ ലിമിറ്റ് +∞. ഇവിടെ ലോവർ ലിമിറ്റ് -∞, അപ്പർ ലിമിറ്റ് +∞, f of t dt ഒക്കെ ശരിയാണ്. ഇവിടെ കോസ് ലാംഡ t, ഇവിടെ സൈൻ ലാംഡ t. അപ്പോൾ ഒരു ഫംഗ്ഷനെ നിങ്ങളോട് പറയാണ് അതിന് ഫോറിയർ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് വി റൈറ്റ് ദ ഫോർമുല ഫോർ Fourier integral representation f of x is equal to 1 by pi integral 0 to infinity a lambda cos lambda x plus b lambda sin lambda x d lambda, where a lambda എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ -∞ to +∞ f of t cos lambda t dt. b lambda എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ -∞ to +∞ f of t sin lambda t dt. അങ്ങനെ a ലാംഡയും b ലാംഡയും ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താണ് ലഭിക്കുക? ആ ഫംഗ്ഷന്റെ ഫോറിയർ ഇന്റഗ്രൽ ലഭിക്കും. എല്ലാവരും എഴുതിയിരുത്തേ, ഫോറിയർ ഇന്റഗ്രൽ ഫോർമുല കൃത്യമായി എഴുതി കേട്ടോ. ഈ ഫോർമുല നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഫോറിയർ ഇന്റഗ്രൽ ആയിട്ട് എഴുതാൻ സാധിക്കൂ. എല്ലാവരും കൃത്യമായിട്ട് ഫോർമുല എഴുതിയെടുക്കുക. ഹെഡിങ് എഴുതുക, ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ഇൻ ഫോറിയർ ട്രാൻസ്ഫോം. ഹെഡിങ് എന്താണ്? ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ഇൻ ഫോറിയർ ട്രാൻസ്ഫോം. ഒന്നാമത്തെ ഫോർമുല ഫോറിയർ ഇന്റഗ്രൽ. ഹെഡിങ് എഴുതുക, ഫോറിയർ ഇന്റഗ്രൽ. ഫോറിയർ ഇന്റഗ്രലിന്റെ ഫോർമുല എന്താണ്? f of x is equal to പറഞ്ഞേ 1 by pi ഇന്റഗ്രൽ 0 to infinity a lambda cos lambda x plus b lambda sin lambda x d lambda. ക്ലിയർ ആയില്ലേ? a ലാംഡ കാണാനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രൽ -∞ to +∞ f of t cos lambda t dt. b ലാംഡ കാണാനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രൽ -∞ to +∞ f of t sin lambda t dt. അപ്പൊ നമ്മുടെ ഫോറിയർ ഇന്റഗ്രലിന്റെ ഫോർമുല കഴിഞ്ഞു. അപ്പൊ ഏതൊരു ഫംഗ്ഷൻ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുകയാണ് എക്സ്പ്രസ് ദ ഫംഗ്ഷൻ ആസ് എ ഫോറിയർ ഇന്റഗ്രൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോർമുല എഴുതുക, a ലാംഡ കണ്ടുപിടിക്കുക, b ലാംഡ കണ്ടുപിടിക്കുക.
അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ലാംഡയുടെ വാല്യൂ കിട്ടും, ബി ലാംഡയുടെ വാല്യൂ കിട്ടും. എഴുതിയെടുത്തില്ല എല്ലാവരും? ഫോറിയർ ഇന്റഗ്രൽ ഫോർമുല എഴുതിയെടുത്തല്ലോ. ഇനി നമുക്ക് എന്ത് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ നോക്കാം. അടുത്ത ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്താണ്? ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ f of x is equal to ഇവിടുത്തെ ഈ ബി ലാംഡ സൈൻ ലാംഡ എക്സ് എന്നുള്ള പാർട്ട് ഒഴിവാക്കുക. ബി ലാംഡ സൈൻ ലാംഡ എക്സ് എന്നുള്ള പാർട്ട് ഒഴിവാക്കുക. ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താ കിട്ടുക? 1/π ഇന്റഗ്രൽ 0 to infinity a ലാംഡ cos ലാംഡ എക്സ് d ലാംഡ. അപ്പൊ ഏതാ ഒഴിവാക്കിയത്? സൈനോട് കൂടിയുള്ള സാധനം ഒഴിവാക്കി. ബി ലാംഡ സൈൻ ലാംഡ എക്സ് ഒഴിവാക്കി. a ലാംഡ cos ലാംഡ എക്സ് d ലാംഡ where a ലാംഡ എന്ന് പറയുന്നത് എന്താണ്? a ലാംഡ എന്ന് പറയുന്നത് 2 times 0 to infinity f of t cos ലാംഡ t dt. a ലാംഡ എന്താണ്? a ലാംഡ is equal to 2 times 0 to infinity f of t cos ലാംഡ t dt. അപ്പൊ കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല എങ്ങനെ നമുക്ക് ലഭിച്ചേ? നമ്മുടെ ഫോറിയർ ഇന്റഗ്രലിന്റെ ഫോർമുലയിൽ നിന്ന് സൈന്റെ ഭാഗങ്ങളിൽ അങ്ങോട്ട് മാറ്റി കളഞ്ഞു. ബി ലാംഡ സൈൻ ലാംഡ എക്സ് മാറ്റി കളഞ്ഞപ്പോ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല കിട്ടി. ആ ഫോർമുലയിൽ എ ലാംഡ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ലാംഡ ഇവാലുവേറ്റ് ചെയ്യുന്നത് 2 times 0 to infinity ആണ്. ഇവിടുത്തെ എ ലാംഡ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആണ്. ഇവിടെ വരുമ്പോ കൊസൈൻ ഇന്റഗ്രൽ വരുമ്പോ 2 times 0 to infinity f of t cos ലാംഡ t dt. അപ്പൊ ഫോറിയർ കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല കിട്ടി. എല്ലാവരും എഴുതിയിരിക്കാം. ഫോറിയർ കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല എഴുതിയിരിക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഫോറിയർ സൈൻ ഇന്റഗ്രൽ പഠിക്കും. അപ്പൊ എല്ലാവരും ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ഫോർമുല എഴുതിയെടുക്കാം. ഈ ഫോറിയർ ഇന്റഗ്രലിൽ നിന്ന് നമുക്ക് ഫോറിയർ കൊസൈനിലേക്ക് കടക്കാൻ പറ്റും. ഫോർമുല അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കൂ. ഫോർമുല കറക്റ്റ് ആയിട്ട് നമ്മൾ ആപ്റ്റ് ഫോർമുല കറക്റ്റ് പ്രോബ്ലത്തിന് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഫോർമുല വെരി 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 അപ്പൊ എല്ലാവരും എഴുതിയെടുത്താം. ഫോറിയർ കൊസൈൻ്റെ ഫോർമുല എഴുതിയെടുത്തു. ഇനി നമുക്ക് അതിനടുത്ത് എന്ത് ചെയ്യാം? ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല എഴുതാം. ഫോറിയർ സൈൻ ഇന്റഗ്രൽ. കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല പഠിച്ചാൽ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്താണ് ചെയ്യേണ്ടത്? ഈ കോസിന്റെ പാർട്ട് ഒഴിവാക്കുക. എ ലാംഡ കോസ് ലാംഡ എക്സ് ഒഴിവാക്കുക. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/π ഇന്റഗ്രൽ 0 to infinity b ലാംഡ സൈൻ ലാംഡ എക്സ് d ലാംഡ where b ലാംഡ is equal to ഇവിടെ 2 times 0 to infinity f of t sin lambda t dt. ഇതാണ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഫോർമുല. അപ്പൊ ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുലയും കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുലയും തമ്മിലുള്ള സാമ്യം നോക്കിയേ. ഇവിടെ കോസ് ലാംഡ എക്സ് വന്നപ്പോ അവിടെ സൈൻ ലാംഡ എക്സ് വന്നു. ഇവിടെ കോസ് ലാംഡ ടി വന്നപ്പോ അവിടെ സൈൻ ലാംഡ ടി വന്നു. അപ്പൊ ഫോറിയർ കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതാനായിട്ട് സാധിച്ചു. അപ്പൊ ഈ 3 ഫോർമുല ഇന്റഗ്രലുമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 ഫോർമുലാസ് ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, മനസ്സിൽ ഓർത്തു വെക്കണം. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഇന്റഗ്രലിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ഫംഗ്ഷൻ വന്നിട്ട് ഫോറിയർ ഇന്റഗ്രലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ സൈൻ ഇന്റഗ്രലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ കൊസൈൻ ഇന്റഗ്രലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതാത് ഫോർമുല കറക്റ്റ് ആയിട്ട് എഴുതണം. ഇപ്പൊ ഫോർമുലാസ് ഒന്ന് പറഞ്ഞാലോ നമുക്ക്. ഫോറിയർ ഇന്റഗ്രലിന്റെ ഫോർമുല എന്താണ്? f of x is equal to എന്താണ്? f of x is equal to 1/π ഇന്റഗ്രൽ 0 to infinity a lambda cos lambda x b lambda sin lambda x d lambda where a lambda എന്താണ്? a lambda is equal to integral minus infinity to plus infinity f of t cos lambda t dt. b lambda എന്താണ്? minus infinity to infinity f of t sin lambda t dt. അപ്പൊ ഫോറിയർ ഇന്റഗ്രൽ ഫോർമുല കഴിഞ്ഞു. ഇനി കൊസൈൻ ഇന്റഗ്രൽ ഫോർമുല ആണെങ്കിലോ f of x is equal to കൊസൈൻ ഈ ഫോറിയർ ഇന്റഗ്രലിലെ sin lambda x എന്നുള്ള പോർഷൻ എടുത്ത് കളയാം. b lambda sin lambda x കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് f of x എന്ത് കിട്ടും? 1/π ഇന്റഗ്രൽ 0 to infinity a lambda cos lambda x d lambda where a lambda is equal to 2 times 0 to infinity f of t cos lambda t dt. അപ്പൊ നമുക്ക് കൊസൈൻ ഇന്റഗ്രൽ ഫോർമുല കിട്ടി. അടുത്ത എന്താണ്? സൈൻ ഇന്റഗ്രൽ ഫോർമുല. സൈൻ ഇന്റഗ്രൽ ഫോർമുല എന്താണ്?
ഇതിന്റെ കോസിന്റെ പാർട്ട് കളയാം. എ ലാംഡ കോസ് ലാംഡ എക്സ് കളഞ്ഞു കഴിയുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to infinity b ലാംഡ sin ലാംഡ എക്സ് d ലാംഡ where b ലാംഡ is equal to 2 times 0 to infinity f of t sin ലാംഡ t dt. അപ്പോൾ ഫോറിയർ ഇന്റഗ്രൽ ഫോർമുലയെ കൊസൈൻ ഇന്റഗ്രൽ ഫോർമുലയെ ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഫോർമുലയെ എല്ലാം എഴുതിയെടുത്ത് 3 ഫോർമുല എഴുതിയെടുക്കാം. ഇത് കൃത്യമായിട്ട് എഴുതി ഒരു എഫ് ഓഫ് എക്സ് എഴുതി നിങ്ങൾ പഠിക്കുന്ന ടേബിളിൽ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഫോർമുല നോക്കുമ്പോൾ ഈ ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആദ്യം നിങ്ങൾ ഫോർമുല കൃത്യമായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഈ 3 ഫോർമുലയും കൃത്യമായിട്ട് എഴുതിയെടുക്കാം. എന്നിട്ട് ഒന്ന് മനസ്സുകൊണ്ട് ഓർത്ത് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന നോക്കി. പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിച്ച് പ്രോബ്ലം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഈ 3 ഫോർമുല ഓർത്തെടുക്കാനായിട്ടുള്ള സൂത്രങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. എല്ലാവരും ആ ഫോർമുല എഴുതി വെക്കാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഫോർമുലയാണ് പഠിക്കേണ്ടത്. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല പഠിക്കണം, അതിന്റെ ഇൻവേർഷൻ പഠിക്കണം, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം പഠിക്കണം, അതുപോലെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. അടുത്ത സെറ്റ് ഫോർമുല എല്ലാവരും എഴുതിയെടുത്താം. കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. ഒന്നാമത്തെ ഫോർമുല ഫോറിയർ ഇന്റഗ്രൽ, രണ്ടാമത്തെ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ, മൂന്നാമത് ഫോറിയർ സൈൻ ഇന്റഗ്രൽ. ഫോർമുല ക്ലിയർ ആയി. ഇനി നിങ്ങൾ 2-3 ആവർത്തി നിങ്ങൾ എഴുതി പഠിക്കുക. ഈ ഫോറിയർ ഇന്റഗ്രലിന്റെ ഫോർമുലയും സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുലയും കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുലയും ഒരു റഫ് പേപ്പറിൽ നിങ്ങൾ എഴുതി പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ഈ ഫോർമുല നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിലോട്ട് അങ്ങോട്ട് സേവ് ആവും. പിന്നെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്റഗ്രലിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ആ ഫോർമുല എടുത്ത് എഴുതി അതിൽ കറക്റ്റായിട്ട് ആൻസർ എഴുതി അതിന്റെ മാർക്ക് വായിക്കാൻ സാധിക്കും. കാരണം ഈ ഫോർമുല എന്ന് പറയുന്നതാണ് ഇതിന്റെ കീ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഫോർമുല അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫോർമുല കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഫോർമുല കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോണത് അടുത്ത പ്രധാനപ്പെട്ട ഫോർമുലാസ് ആണ്. ഫോറിയർ ട്രാൻസ്ഫോം, ഫോർ ഇൻവേർഷൻ ഫോർമുല ഫോർ ഫോറിയർ ട്രാൻസ്ഫോം, ഫോറിയർ സൈൻ ട്രാൻസ്ഫോം, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. അതിലേക്കാണ് കിടക്കണം കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തില്ലേ? അപ്പൊ എഴുതി പഠിക്കണം. ഈ 3 ഫോർമുലാസും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അടുത്ത സെറ്റിലേക്ക് പോകണം. അടുത്ത ഫോറിയർ ട്രാൻസ്ഫോമിലേക്ക് പോകണം കേട്ടോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല, അതുപോലെ തന്നെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല, അവയുടെ ഇൻവേർഷൻ ഫോർമുല. ഒന്നാമത്തെ ഫോർമുല എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം. ഒരു ഫംഗ്ഷൻ വന്നിട്ട് അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഫോർമുല അറിയണം. ഫോറിയർ ട്രാൻസ്ഫോം റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. റെപ്രസെന്റേഷൻ ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് എന്നാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് ഓഫ് എസ് എന്നാണ്. എഫ് ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല എന്താണ്? 1/√2π കണ്ടോ? 1/√2π ഇന്റഗ്രൽ -∞ to +∞, -∞ to +∞, എഫ് ഓഫ് എക്സ് e raised to -isx dx. ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. എന്താണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല? എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു, എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ 1/√2π ഇന്റഗ്രൽ -∞ to +∞, എഫ് ഓഫ് എക്സ് e raised to -isx dx. ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. ഇനി ഇതിന്റെ കൂടി തന്നെ നമുക്ക് ഇൻവേർഷൻ ഫോർമുലയും കൂടി എഴുതാം. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. എന്താണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1/√2π ഇന്റഗ്രൽ -∞ to +∞, ലോവർ ലിമിറ്റ് -∞, അപ്പർ ലിമിറ്റ് +∞, എഫ് ഓഫ് എക്സ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ആ ഫോറിയർ ട്രാൻസ്ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എസ് e raised to isx ds, e raised to isx dx. ഇതാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. ഇപ്പൊ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്?
f of x is equal to 1 by root of 2 pi integral minus infinity to plus infinity f of x e raised to minus isx dx. Clear ആയില്ലേ? ഇനി ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? f of x is equal to 1 by root of 2 pi integral minus infinity to plus infinity f of s എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ കണ്ടുപിടിച്ച ഫോറിയർ ട്രാൻസ്ഫോം f of s is equal to e raised to isx ds ആണ് ഇതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. എല്ലാവരും എഴുതിയെടുക്കാം. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുലയും ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുലയും എടുക്കാം. കാരണം ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കണം. ആൻഡ് ഹെൻസ് റെഡ്യൂസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഹെൻസ് ഇവാലുവേറ്റ് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കണം. ആ ഫോർമുലയിൽ ഈ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസർ കിട്ടും. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതിയെടുത്തേ, കൃത്യമായിട്ട് എഴുതിയെടുക്കട്ടോ. എഴുതിയെടുത്താം. കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് എഴുതിയെടുക്കണം. എഴുതിയെടുത്താൽ മാത്രം പോരാ, 2-3 ആവർത്തി നിങ്ങൾ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഈ ഫോർമുല നിൽക്കുള്ളൂ. ഈ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുലയും ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല നിങ്ങളുടെ മനസ്സിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എഴുതി തന്നെ പഠിക്കണം. ഇനി നമ്മൾ അടുത്ത് ഫോറിയർ ട്രാൻസ്ഫോം കഴിഞ്ഞ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഫോറിയർ സൈൻ ട്രാൻസ്ഫോം റെപ്രസെന്റ് ചെയ്യുന്നത് fs of s ആണ്. നമുക്ക് അറിയാൻ വേണ്ടി fs of s എന്ന് പറഞ്ഞാൽ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? root of 2 by pi integral 0 to infinity f of x 0 to infinity f of x sin sx dx. ഇതാണ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. എന്ന് പറഞ്ഞ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? root of 2 by pi integral 0 to infinity f of x sin sx dx. 0 to infinity f of x sin sx dx. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കിട്ടാം. ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? f of x is equal to root of 2 by pi integral 0 to infinity ഇപ്പൊ നമ്മുടെ കണ്ടുപിടിച്ച fs of s ഫോറിയർ സൈൻ ട്രാൻസ്ഫോം fs of s into sin sx ds. അപ്പോ നമ്മുടെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആയി അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആയി. എന്താണ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല? fs of s is equal to root of 2 by pi integral 0 to infinity f of x sin sx dx. And inverse Fourier sine transform എന്താണ്? Inverse Fourier sine transform എന്ന് പറഞ്ഞാൽ f of x is equal to root of 2 by pi integral 0 to infinity fs of s sin sx sin sx ds ആണ് ട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആരുടെ ഫോർമുല എഴുതാം? അടുത്ത ഫോർമുല Fourier cosine transformന്റെ ഫോർമുല എഴുതാം. Fourier cosine transform. Fourier cosine transform. Fourier sine transformന്റെ ഫോർമുല എഴുതി കഴിഞ്ഞാൽ cosine transformന്റെ ഫോർമുല എഴുതാൻ എളുപ്പമാണ്. എന്താണ് എളുപ്പം എന്ന് പറയുന്നത്? ഇത് FCS root of 2 by pi integral 0 to infinity f of x. ഈ sin sx ന് പകരം എന്ത് എഴുതിയാൽ മതി? cos sx എന്ന് എഴുതിയാൽ മതി. അപ്പോൾ cos sx dx. sin sx ന് സ്ഥാനത്ത് നമ്മൾ cos x എഴുതും. അപ്പോൾ cos sx dx. ഇനി അതിന്റെ ഇൻവേഴ്സ് Fourier cosine transform. Inverse Fourier cosine transform. എന്താണ്? Inverse Fourier cosine transform f of x is equal to root of 2 by pi
ഇന്റഗ്രൽ 0 to infinity FCS cos SX ds. അപ്പോ ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. അപ്പൊ നമ്മള് ഫോറിയർ ട്രാൻസ്ഫോമായി ബന്ധപ്പെട്ട് എത്ര ഫോർമുലാസ് എഴുതി? 6 ഫോർമുലാസ് എഴുതി. 6 ഫോർമുലാസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫോർമുല ഫോറിയർ ട്രാൻസ്ഫോം, രണ്ടാമത്തെ ഫോർമുല ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം, രണ്ടാമത്തെ ഫോർമുല ഫോറിയർ സൈൻ ട്രാൻസ്ഫോം, മൂന്നാമത്തെ ഫോർമുല ഇൻവേഴ്സ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം, അടുത്ത ഫോർമുല ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം, അടുത്ത ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. അപ്പോ ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ ഫോറിയർ ട്രാൻസ്ഫോമിൽ കണ്ടോ ഇവിടെ e−isx ആണ്, ഇവിടെ ആവുമ്പോഴോ e−isx. അങ്ങോട്ട് മാറിപ്പോരുത്, മാറിക്കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകും. അപ്പൊ ഫോർമുല കൃത്യമായിട്ട് നിങ്ങൾ ഒരു A4 സൈസ് പേപ്പറിൽ എഴുതിയെടുക്കുക. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പൊ നമ്മൾ എത്ര ഫോർമുലാസ് പറഞ്ഞു? ഇപ്പോ ഇന്റഗ്രലുമായിട്ട് 3 ഫോർമുലാസ് പറഞ്ഞു. പിന്നെ നമ്മൾ ട്രാൻസ്ഫോമായിട്ട് ബന്ധപ്പെട്ട് എത്ര ഫോർമുല പറഞ്ഞു? 6 ഫോർമുല പറഞ്ഞു. മൊത്തം എത്ര ഫോർമുലയായി? 6 3 9 ഫോർമുലയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഈ 9 ഫോർമുലയും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് വരുന്ന ഏത് പ്രോബ്ലമോ സൈൻ ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞാലും കൊസൈൻ ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞാലും അത് ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ചോദിച്ചാൽ ഏത് ചോദിച്ചാലും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വെക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഒരു A4 സൈസ് പേപ്പറിൽ എഴുതി പ്രാവശ്യം എഴുതി പഠിച്ച് കൃത്യമായിട്ട് മെമ്മറിയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് അത് ഗുണം ചെയ്യും കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം. കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കുക. കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് കൃത്യമായിട്ട് മനസ്സിൽ ഓർത്തിരിക്കാൻ പാകത്തിന് എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കുന്ന ടേബിളിൽ ഒരു പേപ്പറിൽ അങ്ങോട്ട് എഴുതി ഒട്ടിച്ചു വെക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫോർമുലാസ് ഇങ്ങനെ കാണാൻ പറ്റും. ആ ഫോർമുലാസ് കണ്ടു കഴിയുമ്പോൾ ഫോർമുലാസ് കിട്ടാത്തത് കൊണ്ടാണ് പല കുട്ടികൾക്കും ഫോർമുല തെറ്റിച്ച് എഴുതി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എഴുതുന്നതൊക്കെ തെറ്റിപ്പോകും. നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ അറിയാം, ഡിഫറൻഷിയേഷൻ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആപ്റ്റ് ആയിട്ടുള്ള ഫോർമുല തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെയ്യുന്നതെല്ലാം തെറ്റിപ്പോകും. അപ്പൊ നിങ്ങൾ ഓരോ മോഡ്യൂളും, ഇപ്പൊ 5 മോഡ്യൂളാണ് നമുക്കുള്ളത്. ഓരോ മോഡ്യൂളിലും ഇതുപോലെ പ്രധാനപ്പെട്ട കുറെ ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക, കൃത്യമായിട്ട് ചെയ്ത് പഠിച്ച് നിങ്ങളുടെ മെമ്മറിയിൽ അത് സൂക്ഷിക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ആ ആയുധം കൊണ്ടാണ് നമ്മൾ എക്സാമിനേഷൻ പോകുന്നത്. ഈ ആയുധം കയ്യിലില്ലെങ്കിലോ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. അപ്പൊ എല്ലാം എഴുതി